ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 5 കുട്ടികളടക്കം 18 പേർ മരിച്ചു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയതറിഞ്ഞ് യാത്രക്കാർ തിരക്ക് കൂട്ടിയതാണ് അപകട കാരണം. ഉന്നതതല അന്വേഷണത്തിന് നിർദ്ദേശിച്ച് റെയിൽവേ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു. സ്റ്റേഷനിൽ അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. इतनी भीड़ मैंने सन 81 से रेलवे में भर्ती हूँ, यहाँ पर कुली का काम कर रहा हूँ। मैंने ऐसी भीड़ कभी ज़िंदगी में नहीं देखी। तो ये अनसा हुआ, प्रयागराज स्पेशल भेज रहे थे ये लोग, उसको 12 नंबर से चेंज 16 नंबर कर दिया। तो 12 नंबर की पब्लिक 16 पे आई और बाहर की पब्लिक जब 16 पे जाने लगी तो एकदम बच गई पब्लिक। एस्केलेटर और जीने पे पब्लिक गिर गई। कुली भाइयों को ठीक पड़ा, कुली भाई दौड़ के आए, पूरे कुली भाइयों ने रास्ता ब्लॉक किया। ब्लॉक करके पब्लिक को रोक के और लाश निकाली। हमने खुद ने एम्बुलेंस में लोड की। 15 हमने लोड किए और आगे पता नहीं है। 15 हमने लोड किए। अरे साहब, खाई जूता पड़ा, खाई कपड़ा पड़ा, पब्लिक भच गई, एकदम दब गई नीचे पब्लिक दब गई एकदम। अरे हमारी हालत ऐसी हो गई साहब, हमको रोज आ गए, हमने रात को खाना भी नहीं खाया। मेरी कसम, अब तक खाना नहीं खाया वो हरसा को देख के। और कुली भाइयों ने हमारे 3 घंटा तक इतनी मदद करी, ऐसी है में पुलिस ने मदद नहीं की है। कुली भाइयों ने जो मदद की है वो രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, വലിയൊരു അപകടമാണ്. മരണസംഖ്യ ഇപ്പോൾ 18 എന്നാണ് ഔദ്യോഗിക കണക്ക്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്ലാറ്റ്ഫോമുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഏതാണ്ട് പാഡ്ഗഞ്ച് മുതലൊപ്പം തന്നെ അജ്മീരി ഗേറ്റ് വരെ നീണ്ടുകിടക്കുന്ന ഇതാണ് ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇതിൽ 14 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടതും അതൊരു ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. കാരണം ഇന്നലെ രാത്രി 9:45 അപകടമുണ്ടായത്. ട്രെയിനുകൾ വൈകിയതാണ് ഈ വലിയ തിരക്ക് അനുഭവപ്പെടാൻ കാരണമായത്. കാരണം പ്രയാഗ്രാജ് ഇന്നലെ ശനിയാഴ്ചയാണ്, ഇന്ന് അവധി ദിവസമാണ്. അപ്പോൾ പ്രയാഗ്രാജിലേക്ക് പോകാനായി നിരവധി തീർത്ഥാടകർ ഈ സമയത്ത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2 ട്രെയിനുകൾ വൈകുകയും മറ്റൊരു ട്രെയിൻ വരാൻ സമയമായതുകൊണ്ടും വലിയ തിരക്ക് ഈ സമയം അനുഭവപ്പെട്ടു. ഏതാണ്ട് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരമനുസരിച്ച് സ്റ്റെയർ കേസിന് മുകളിലും ഒപ്പം തന്നെ ഫ്ലൈ ഓവറിന് മുകളിലൊക്കെ തന്നെ ആളുകൾ തിങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തിക്കിലും തിരക്കിലും ആളുകൾ വീണു. ഇത് ആളുകളെ പരിഭ്രാന്തരാക്കി. പിന്നീട് അത് ഇത്തരത്തിൽ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് 9:00 അവിടെ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനുകളാണ്. ഒന്ന് ഭുവനേശ്വരിലേക്കുള്ള രാജധാനി എക്സ്പ്രസ്, ഒപ്പം തന്നെ ബീഹാറിലെ ദർഭാംഗയിലേക്കുള്ള സ്വാതന്ത്ര്യ സേനാനി എക്സ്പ്രസ്. പക്ഷേ ഈ 2 ട്രെയിനുകളും വൈകി. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിലെ യാത്രക്കാരെല്ലാം തന്നെ ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. ഇതിന് പുറമെ അവിടെ നിന്ന് പുറപ്പെടേണ്ട മറ്റൊരു ട്രെയിനായിരുന്നു പ്രയാഗ്രാജ് എക്സ്പ്രസ്. അതിൻ്റെ യാത്രക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്ക് അനിയന്ത്രിതമായി തുടരുന്നതിനിടയിൽ തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായി. ഈ അനൗൺസ്മെന്റ് ട്രെയിൻ നിലവിൽ പുറപ്പെടേണ്ടിയിരുന്ന 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി 16 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുമെന്ന അറിയിപ്പ് വന്നു. അത് തെറ്റായ അറിയിപ്പാണെന്നാണ് പിന്നീട് അധികൃതരുടെ ഭാഗത്തുനിന്നടക്കം പറയുന്നത്. പക്ഷേ ഏതായാലും അത്തരമൊരു അനൗൺസ്മെന്റ് ആളുകൾ വീണ്ടും കൂട്ടത്തോടെ 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഇടയാക്കി. ഇതും ഇത്തരത്തിൽ വലിയ തിരക്കുണ്ടാക്കാനും ഒപ്പം തന്നെ ആളുകൾ മരണത്തിലേക്ക് നയിക്കാനും ഇടയാക്കി എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. റെയിൽവേ പോലീസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് വലിയ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. കാരണം ആ സമയം മാത്രം ഏതാണ്ട് വിറ്റത് 1500-ലധികം ജനറൽ ടിക്കറ്റാണ്. നമുക്ക് ഊഹിക്കാം അതിൽ നിന്ന് തന്നെ എത്ര അധികം ആളുകൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ പക്ഷേ അത് നിയന്ത്രിക്കാൻ പാകത്തിലുണ്ടായിരുന്ന പോലീസ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അധികൃതർ പറയുന്നത് സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്നെല്ലാം സംഭവിച്ചു എന്നൊരു വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റെയിൽവേ അന്വേഷണ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ എന്താണ് അപകടത്തിലേക്ക് നയിച്ചത്, തിക്കും തിരക്കിനും ഇടയാക്കിയത് തുടങ്ങിയ കാരണങ്ങൾ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 18 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പേരുടെയും മൃതദേഹം ഇപ്പോഴുള്ളത് LNJP ആശുപത്രിയിലാണ്. പക്ഷേ 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കിപ്പോൾ കേന്ദ്രം 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ളവർക്ക്, ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ നിസ്സാര പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ ഈ ഘട്ടത്തിൽ വലിയ വിമർശനം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. കാരണം കുംഭമേളയ്ക്ക് കോടിക്കണക്കിന് ആളുകൾ എത്തുന്നതാണ് കുംഭമേള. അതുകൊണ്ട് തന്നെ അത്തരമൊരു തിരക്ക് മുൻകൂട്ടി കണ്ട് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പരാജയം
കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് വരികയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് തന്നെ കടുത്ത ഭാഷയിൽ വിമർശനമായിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. സുരക്ഷ ഒരുക്കുന്നതിൽ, സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ കൃത്യമായി പുറത്തുവിടാൻ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയും രംഗത്ത് വന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എത്ര പേരുടെ ചോര കണ്ടാലാണ് BJPക്ക് മതിയാവുക എന്ന പ്രതികരണം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രകാരം കൂടുതൽ പേരും ബീഹാർ സ്വദേശികളാണ്. ഒപ്പം ഹരിയാന സ്വദേശികളും ഡൽഹി സ്വദേശികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. രഞ്ജിത്ത്, കുംഭമേള വലിയ ജനപ്രവാഹത്തിന് സാക്ഷ്യം വഹിക്കും. അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അഖിലേഷ് യാദവ് ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുംഭമേളയുടെ ദിവസങ്ങൾ നീട്ടണം, 26-ന് സമാപിക്കുന്ന തരത്തിലാവരുത് എന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ 75 ദിവസമൊക്കെ കുംഭമേള ആഘോഷിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ തിരക്ക് ക്രമാതീതമായി തുടരുകയാണല്ലോ രാകേഷ്. ഈ തുടർച്ചയായ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടോ സർക്കാർ? രഞ്ജിത്ത്, ഇപ്പോൾ റെയിൽവേ പറയുന്നത് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു, പെട്ടെന്നെല്ലാം സംഭവിച്ചു എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഏതായാലും ഈ തെറ്റായ അനൗൺസ്മെന്റ് പോലും ഇത്തരത്തിൽ തിക്കും തിരക്കും വർദ്ധിക്കാൻ കാരണമായി എന്നാണ് സംശയിക്കുന്നത്. അവിടെ ഒരു പോർട്ടറുടെ പ്രതികരണം തന്നെ അക്കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് 1981 മുതൽ ന്യൂഡൽഹി സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് താൻ ഇത്ര വലിയ തിരക്ക് കണ്ടിട്ടില്ല. മാത്രമല്ല, റെയിൽവേയുടെ അനൗൺസ്മെന്റ് പോലും ആശയക്കുഴപ്പമുണ്ടാക്കി എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും ഇതിന് ശേഷം ട്രെയിൻ ഗതാഗതമൊക്കെ തന്നെ ന്യൂഡൽഹിയിൽ സാധാരണ നിലയിലായിട്ടുണ്ട്. കാരണം വലിയ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 4 പുതിയ ട്രെയിനുകൾ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് ഈ ആളുകളെയൊക്കെ തന്നെ പ്രയാഗ്രാജിലേക്ക് അയക്കുകയാണ് റെയിൽവേ ചെയ്തത്. അപ്പോൾ നിലവിൽ ഏതായാലും സാധാരണഗതിയിലാണ് ന്യൂഡൽഹി സ്റ്റേഷൻ. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ ഏതായാലും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അധികൃതർക്ക് പറയാൻ കഴിയില്ല. കാരണം വലിയ തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. കാരണം ഒഴിവ് ദിവസമാണ്, ഞായറാഴ്ചയാണ്, തിരക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയേണ്ടതാണ്. 1500-ലധികം ടിക്കറ്റ് രാത്രി മാത്രം വിറ്റു എന്ന് പറയുമ്പോൾ അവിടേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ എത്രയെന്ന് റെയിൽവേ തിരിച്ചറിയേണ്ടതാണ്. അത്തരത്തിൽ റെയിൽവേയുടെ ഭാഗത്തൊരു സജ്ജീകരണം ഒരുക്കുന്നതിൽ വലിയ പിഴവുണ്ടായി. ഇതിന് പുറമെ ഈ തെറ്റായ അനൗൺസ്മെന്റും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും 2-അംഗ സമിതി ഈ സംഭവം അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. രഞ്ജിത്ത്, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു.